ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഉറക്ക. ഇതിനു മുമ്പും 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേടിച്ചുപോയി. എന്താ വേണ്ടേ? ഇവിടുണ്ട്. നമുക്ക് കുറച്ചു നേരം പുറത്തിരിക്കാം. Get me some brandy. The night is still young. I'll get it. ഞാൻ കൂടുതൽ കുടിച്ചു. വല്ലപ്പോഴും ഒരിക്കലേ ഇത്തരം സന്ദർഭങ്ങൾ വീണ് കിട്ടാറുള്ളൂ. ഒരുപാട് കുടിച്ചു. ബാലുവിനറിയാമോ, സ്നേഹത്തിന്റെ മുന്നിൽ ഞാനെപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കാലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ശ്രീ ബാലു, ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയാമോ. ഞാൻ, രേഖ, പിന്നെ വളരെ കുറച്ച് കൂട്ടുകാർ, വെരി സിൻസിയർ ഫ്രണ്ട്സ് ലൈക്ക് സ്റ്റീഫൻ, പിന്നെ ഇപ്പൊ എന്റെ ബാലുവും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സുഹൃത്ത്. ബാലുവിന് എന്നോട് സ്നേഹം തോന്നുന്നില്ല? തീർച്ചയായും. I like you, man. I like you very much. ചൂടുവെള്ളം. Hey, come here. എന്താ വല്ലാതെ? ഇന്നലെ കരഞ്ഞു അല്ലേ? ഇല്ല. ലീവ് തീരുമ്പോ എനിക്ക് പോകണമെന്നറിയില്ലേ? ഇങ്ങനെ കുട്ടികളെ പോരാലോ. നാളെ പോയി കഴിഞ്ഞാൽ ലീവ് കിട്ടിയ ആ ക്ഷണം ഞാനിവിടെ എത്തില്ലേ? അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക്. അറിയാഞ്ഞിട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ലൈഫ്, രേഖ. ഇറ്റ് ഈസ് ലൈഫ്. Good morning. At what time Anjana left? 8:30. 8:30. Oh, I am late. What, sir? ആ ക്യാപ്റ്റൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. ഓക്കെ. ഹലോ. ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ വന്നത്. ഞാനിവിടെ പോനാ. ഇവിടെ തന്നെയുണ്ട്. വരൂ. ക്യാപ്റ്റന്റെ കത്തുവല്ല വന്നോ? ഇല്ല. ഛേ, അന്ന് ക്യാപ്റ്റനെ സി ഓഫ് ചെയ്യാൻ സമയത്തിന് എത്താതിരുന്നിട്ട് മഹാ ബോറായിപ്പോയി. അദ്ദേഹം ഒന്ന് വിചാരിക്കും. ആ, ഇനി എഴുതുമ്പോൾ അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ മന്ദിരം ഒന്ന് എഴുതണേ. മൂപ്പരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ലേ?
ഷിപ്പ് അടുത്തടുക്കുന്ന പെനാങ്കിലാണ്. നിർബന്ധമാണെങ്കിൽ ഫ്ലൈറ്റിന് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്താൽ മുഖതാവിൽ കാണാം. പോരെ? ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ. ആ കോട്സിന്റെ കലണ്ടറിന് കുറെ ഫോട്ടോസ് വേണം. നേച്ചറിന്റെ ഡിഫറെന്റ് മൂഡ്സ്. അതിനു വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. വെരി ബാഡ് വെതർ. അതുകൊണ്ട് ജോലി നടന്നില്ല. വരുന്ന വഴിക്ക് തോന്നി ഏതായാലും ബോട്ടിൽ ഇതിലൂടെ പോകുന്നു, എന്നാ ഒന്ന് കയറിക്കളയാ. അല്ല, ഭർത്താവിനെ കുറിച്ചുള്ള സംസാരത്തിനിടയ്ക്ക് ആതിഥ്യ മര്യാദകളൊക്കെ മറന്നുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്കെങ്കിലും ചോദിച്ചൂടെ? ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഏയ് അതൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കിട്ടിയ കുഷിയായി. ജസ്റ്റ് ഐസ് വാട്ടർ? യെസ്. ഐ എം സോറി, ഗ്ലാസ് പൊട്ടിയല്ലോ. സാരമില്ല, ഞാൻ വേറെ കൊണ്ടുവരാം. ബി കെയർഫുൾ. ഉറങ്ങണേ, കിടന്നുറങ്ങണം. ആ വാ വാ. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് സത്യം പറ, നീ എവിടെ പോയിരുന്നു? ചൊവ്വാഴ്ച? ഓ ചൊവ്വാഴ്ച കുറെ ഫോട്ടോസ് എടുക്കാൻ പോയിരുന്നു. വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. ഒന്നും. നീ പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നല്ലോ. ഞാൻ പോയ സ്ഥലത്തേക്കോ? കോച്ചിന്റെ ഓഫീസിലേക്ക്. ആരും കാണുന്നില്ല എന്ന് കരുതി വെളുക്കോളം കക്കാൻ തുടങ്ങരുത്. എപ്പോഴാ വാല് മുറിയുന്നറിയില്ല. ചുമ്മാ തോന്നിയാസം പറയാതടാ ശാപമേ. കണ്ടോ, അത് പറഞ്ഞപ്പോ അവന്റെ ഒരു ശുണ്ടി. എടാ, ഞങ്ങൾ നിന്നെ ചുമ്മാ വാരിയെന്നേ ഉള്ളൂ. എന്നാലും ആ ക്യാപ്റ്റന്റെ വീടുമായി ഇവൻ ഇത്ര പെട്ടെന്ന് കയറി ഒട്ടിയല്ലോ എന്നാ പറയുമ്പോ നമ്മളോടെ പോയതും പരിചയപ്പെട്ടതുമാണേ. പോടാ അവിടെ. ഹലോ, നിങ്ങളെ ഇവിടെ കാണാനാവും തീരെ കരുതിയില്ല. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യലല്ലോ. സീരിയസ് ടോക്ക് വല്ലതാണെങ്കിൽ. അങ്ങനൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞതിന് തിരിച്ചും മറിച്ചും പറഞ്ഞ് സമയം കളയോ? അത് കൊള്ളാം. സമയം കളയാൻ പറ്റിയ പണി തന്നെ. ഞങ്ങൾക്ക് പിന്നെ നാട് ചുറ്റി നടക്കാൻ പറ്റൂ നിങ്ങളെ പോലെ? അയ്യോ, അതെന്താണാവോ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ. പറഞ്ഞോളാം, നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. ആട്ടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ കൂടെ ബോഡി ഗാർഡ് വേണ്ടേ? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ശിക്ഷയാ. അതെന്താ? കാരണം നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ആദ്യമേ അങ്ങ് ലിമിറ്റ് ചെയ്യും. പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക, ഫ്ലവർ വൈസ് ഡെക്കറേറ്റ് ചെയ്യുക, എംബ്രോയിഡറി, പട്ടിയം പൂച്ചം വളർത്തുക, പിന്നെ കുറെ പൊങ്ങച്ച സംഘടനകളും. തീർന്നു. ടു ബി ഫ്രാങ്ക്, ചേട്ടന് അസലായിട്ട് ലാത്തി ഫിറ്റ് ചെയ്യാൻ അറിയാം. വല്ല പ്ലാറ്റ്ഫോർത്തിലാണെങ്കിൽ കയ്യടി ഉറപ്പാ. അപ്പൊ കാഫ് കുടിക്കുന്നില്ലേ? ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. സമയം വൈകിയോ? ഇല്ല. ബൈ. എവിടെ ഇറങ്ങണ്ടേ? എവിടെ വേണേലും ഇറങ്ങാം. അദ്ദേഹം ഉണ്ടോ? ഒരു മണിക്കൂർ മുമ്പേ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടോന്നറിയില്ല. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ വന്ന കാര്യം പറയാം. പറയരുത്. വന്ന കാര്യവും അന്വേഷിച്ച കാര്യവും പറയണ്ട.